പരിക്കെന്ന വില്ലനെ ഫുട്ബോൾ ഫാൻസ് ഏറ്റവും കൂടുതൽ ശപിച്ചിട്ടുണ്ടാവുക നെയ്മറിൻ്റെ കാര്യത്തിലായിരിക്കും. ഇത്രമാത്രം ക്രൂരമായി പരിക്ക് വേട്ടയാടിയ ഒരു പ്രതിഭ ഫുട്ബോൾ ലോകത്ത് നെയ്മറല്ലാതെ വേറെ ഉണ്ടാവാനിടയില്ല. പരിക്ക് വിടാതെ പിന്തുടർന്ന നെയ്മർ ഹിലാൽ വിട്ട് സാന്റോസിലേക്ക് തിരിച്ചെത്തിയത് ഒരു മാസം മുമ്പ് മാത്രമാണ്. സ്വന്തം വീടെത്തിയ ഫീൽ കൊണ്ടാവാം സാന്റോസിൽ പിന്നെ നമ്മൾ കാണുന്നത് സാന്റോസിന് കോപ്പ ലിബർട്ടാഡോറസ് കിരീടം സമ്മാനിച്ച ശേഷം ബാഴ്സ പൊന്നും വിലക്കെടുത്തു കൊണ്ടുപോയി MSNൽ ചേർത്ത നെയ്മറിനെയാണ്. അന്നത്തെ പോലെ ഗോളടിച്ചും അടുപ്പിച്ചും സാന്റോസിന് വിജയങ്ങൾ സമ്മാനിച്ചു തുടങ്ങിയതോടെ യഥാർത്ഥ നെയ്മറിനെ വീണ്ടും കാണാൻ പറ്റിയെങ്കിലെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച നെയ്മറിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഫുട്ബോൾ ഫാൻസ്. ആ സന്തോഷം ഇരട്ടിപ്പിച്ചുകൊണ്ട് ബ്രസീൽ നാഷണൽ ടീമിലേക്ക് വിളിയും വന്നു. അർജന്റീനയ്ക്കും കൊളംബിയയ്ക്കുമെതിരെയുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ സ്ക്വാഡിൽ നെയ്മറുമുണ്ടെന്ന് കേട്ടതോടെ നമ്മുടെയൊക്കെ സന്തോഷം ഇരട്ടിച്ചതാണ്. കാരണം ഫുട്ബോളിൽ അത്യപൂർവമായി സംഭവിക്കാറുള്ള മെസ്സി നെയ്മർ നേർക്കുനേർ പോരാട്ടം ഒരിക്കൽ കൂടി കാണാമല്ലോ എന്നോർത്തിട്ട്. വരാനിരുന്ന ആ ബ്രസീൽ അർജന്റീന ക്ലാസിക് മത്സരത്തിന് അക്ഷമരായി കാത്തിരുന്ന ഫാൻസിനെ എന്നത്തെയും പോലെ പരിക്ക് വീണ്ടും നിരാശരാക്കി. നെയ്മറിന് വീണ്ടും പരിക്കെന്ന ദുർഭൂതം പിടികൂടി. ബ്രസീൽ ടീമിൽ നെയ്മറിന് പകരം എൻട്രിക്കിനെ ഉൾപ്പെടുത്തി പുതിയ സ്ക്വാഡും പ്രഖ്യാപിച്ചു. ഫുട്ബോൾ ഫാൻസിന് വീണ്ടും നിരാശ മാത്രം ബാക്കി. നെയ്മറിൻ്റെ അവസാനത്തേതാകാനിടയുള്ള അടുത്ത വേൾഡ് കപ്പിലെങ്കിലും പരിക്ക് അയാളോട് കരുണ കാണിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന.